ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. കുറച്ച് ആളുകൾക്കൊക്കെ അറിയാവുന്നതും കൂടുതൽ നമ്മുടെ ഫോളോവേഴ്സിന് നമ്മുടെ ഈ ഒരു നീതസ് ടേസ്റ്റ്ലാൻഡ് ഫാമിലിയിൽ കൂടുതൽ ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്നത് കൂടുതലും ലേഡീസ് ആണല്ലോ. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യവുമായിരിക്കും. അപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം തുടങ്ങണമെങ്കിൽ ഒരു 18 വർഷം മുൻപേ ഉള്ള കാര്യം പറഞ്ഞു തുടങ്ങണം. അതിനുശേഷം ഞാനിപ്പോൾ ഉണ്ടായ കാര്യം പറഞ്ഞു തുടങ്ങാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു ആക്സിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ പറഞ്ഞു വരുമ്പോൾ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം 18 വർഷം മുൻപേ ഉള്ള കാര്യം പറയാം, അതിനുശേഷം ഇപ്പോഴത്തെ കാര്യം പറയാം. 18 വർഷം മുൻപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ തൃപ്പൂണിത്തുറ ഇരുമ്പുപാലം എന്ന് പറഞ്ഞിട്ടൊരു പാലമുണ്ട്, നമ്മുടെ പൂർണ്ണത്രയീശൻ്റെ അമ്പലത്തിൻ്റെ ബാക്കിൽ. അപ്പോൾ ഇരുമ്പുപാലത്തിൻ്റെ അവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, നമ്മൾ വണ്ടികൾ പാസ് ചെയ്ത് പോകുമ്പോൾ 2 വണ്ടികൾ ഒരുമിച്ച് പാസ് ചെയ്ത് പോയില്ല. അവിടെ ചില വണ്ടികളൊക്കെ മുന്നോട്ട് നീങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിലുള്ള വണ്ടികൾ റിവേഴ്സ് എടുത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ട് അവിടെ. അപ്പോൾ അന്ന് ബ്ലോക്ക് ആയപ്പോൾ നമ്മുടെ മുന്നിലുള്ള വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്ത് കൊടുത്താൽ മുന്നിലുള്ള വണ്ടിക്ക് പോകാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ആ വണ്ടി റിവേഴ്സ് എടുത്ത് കൊടുത്തപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഒന്ന് ഉരഞ്ഞു. ആ വണ്ടി ഉരഞ്ഞപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചെന്ന് സംസാരിക്കുമല്ലോ. വണ്ടി തമ്മിൽ ഉരഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സംസാരിക്കേണ്ടി വരും, വണ്ടി കേസാക്കേണ്ടി വരും. അങ്ങനെയുള്ള അതെ, നല്ല നീളത്തിൽ ഒരു ഉരച്ചിൽ വന്നു. ഞാൻ ആ സിറ്റുവേഷൻ കറക്റ്റ് ഓർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഉരഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വണ്ടിയുമായിട്ടല്ല, വണ്ടിയിലുള്ള ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് വണ്ടി കുറച്ച് കയറ്റി നിർത്തിയിട്ട് ഒതുക്കി നിർത്തിയിട്ട് സംസാരിക്കാം എന്നാണ് പറഞ്ഞത് നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മളത് വിശ്വസിച്ചു. സാധാരണ ആളുകൾ വണ്ടി മാറ്റി നിർത്തി ഒതുക്കി നിർത്തിയിട്ടാണല്ലോ സംസാരിക്കുക എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാലേ. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ വണ്ടി ഒതുക്കി നിർത്താൻ പോകുന്നത് പോലെ നീക്കി നിർത്താൻ പോകുന്നത് പോലെ ചെയ്തിട്ട് അവർ വണ്ടി വിട്ട് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് അവരുടെ വണ്ടി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദൂരം അവരുടെ പുറകെ പോയെങ്കിലും അവരുടെ വണ്ടിയുടെ പുറകെ നമ്മൾ അതേ സ്പീഡിൽ നമ്മുടെ വണ്ടി ഓടിച്ചു പോയി. വീണ്ടും വെറുതെ ആക്സിഡൻറ്റുകൾ ഉണ്ടാക്കണ്ട, നമുക്ക് ആ വണ്ടിയെ ഫോളോ ചെയ്ത് പിടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ആയപ്പോൾ നമ്മൾ ആ വണ്ടി വിട്ടുപോയി. നമുക്ക് ആ വണ്ടിയെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ആ വണ്ടിയുടെ നമ്പർ നമ്മൾ കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് നോർത്ത്, അതായത് നമ്മുടെ കണ്ണൂർ മലബാർ നോർത്ത് ഭാഗത്തുള്ള എവിടെയോ, കേരളത്തിൻ്റെ നോർത്ത് ഭാഗത്ത് എവിടെയോ ഉള്ള വണ്ടിയാണ്. അത് പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അന്നത്തെ കാലത്തെ കാര്യമാണോ ഞാൻ പറയുന്നത്. പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ ഒരു കേസ് വിട്ട് കളയാനേ പറ്റുള്ളൂ അന്നുള്ള സാഹചര്യത്തിൽ. അതുകൊണ്ട് നമുക്ക് ആ വണ്ടി പിടിക്കാൻ പറ്റില്ല. അതിൻ്റെ നഷ്ടം നമ്മൾ തന്നെ സഹിക്കേണ്ടി വന്നു. വണ്ടി നമ്മൾ തന്നെ നേരെയാക്കി എടുക്കേണ്ടി വന്നു. നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ക്യാഷ് ഇട്ടിട്ട് നമ്മൾ വണ്ടി ശരിയാക്കി എടുക്കേണ്ടി വന്നു. പട്ടിയുടെ സൗണ്ട് കേൾക്കോട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പുറത്തെ വീട്ടിലെ പട്ടിയാണ്. നിങ്ങളെല്ലാവരും പല വീഡിയോയിലും കേൾക്കുന്നതായിരിക്കും, ദയവേത് ക്ഷമിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് ഞാൻ പറയാം. ഈ കാര്യം പറഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ആദ്യമേ പറഞ്ഞത്. ഇപ്പോഴുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായി. റോഡിൽ ബ്ലോക്കാണ്. കാക്കനാട് പടമുകളിൽ വെച്ച് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയിൽ ഒരു ലോറി ബാക്കിൽ വന്ന് തട്ടി. ബാക്കിൽ വന്ന് സൈഡിൽ വന്നൊന്ന് തട്ടി. സൈഡിൽ വന്ന് തട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ലോറി കാണുന്നില്ല. വണ്ടി തട്ടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സൗണ്ട് കേട്ടിട്ടൊന്ന് ഞെട്ടിപ്പോയി. പെട്ടെന്ന് സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. വണ്ടിയിൽ ഏത് വണ്ടി വന്ന് തട്ടിയാലും സൗണ്ട് വല്ലാത്ത സൗണ്ടായിരിക്കും. നമ്മൾ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോയി കഴിഞ്ഞാൽ നോക്കിയപ്പോഴാണ് ലോറിയാണ് തട്ടിയതെന്ന് മനസ്സിലായത്. കുറച്ച് സെക്കൻഡുകൾ അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകൾ ആരായാലും നന്നായിട്ടൊന്ന് ഷോക്കായി പോകും. നമ്മൾ ഇറങ്ങി നോക്കി, ബ്ലോക്കാണ് റോഡിൽ. നമ്മൾ റോഡിൽ ഇറങ്ങി നോക്കുമ്പോൾ വീണ്ടും ബ്ലോക്ക് കൂടുള്ളൂ. വണ്ടിക്കാരനോട് വണ്ടി ഒതുക്കാൻ പറഞ്ഞു. പക്ഷെ നമുക്കൊരു അനുഭവം ഉണ്ട്, വണ്ടി ഒതുക്കിയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞാലും ഈ വണ്ടി വിട്ടുപോകുമെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് ആദ്യം ഉണ്ടായ അനുഭവം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ വണ്ടി അയാൾ ഒതുക്കാമെന്ന് പറഞ്ഞെങ്കിലും രാജീവേട്ടൻ വണ്ടിയുടെ മുന്നിൽ കയറി നിന്നു. വണ്ടി അയാൾ ഒതുക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും വണ്ടിയുടെ മുന്നിൽ കയറി നിന്നു. അപ്പോൾ ഞാൻ വേഗം കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. കൺട്രോൾ റൂമിലേക്ക് എന്ന് വെച്ചാൽ ഞാൻ 100-ലേക്കാണ് വിളിച്ചത്. 100-ൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ വണ്ടിയിൽ ലോറി തട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് സൈഡിൽ കുഴിവുണ്ട്, ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്, ഒത്തിരി ചെറിയതായിട്ടൊരു ഇത്തിരി ഡീപ്പായിട്ടുള്ളൊരു സ്ക്രാച്ചും വന്നിട്ടുണ്ട്. വലിയ ആക്സിഡൻ്റ് അല്ല എന്ന് ഞാനതാണ് പറഞ്ഞത്. നമുക്കൊന്നും പരിക്ക് പറ്റിയിട്ടില്ല. ഞാൻ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു, നിങ്ങൾക്ക് ആക്സിഡൻ്റ് ആണെങ്കിൽ ആംബുലൻസ് സർവീസ് വേണോ, എന്താണ് വേണ്ടത്, എന്ത് ഹെൽപ്പാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ പോലീസിൻ്റെ ഹെൽപ്പാണ് വേണ്ടത്. ഇങ്ങനെ നമുക്ക് ആംബുലൻസ് അല്ല വേണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് ആൾക്കാർക്കൊന്നും പരിക്കൊന്നും പറ്റിയിട്ടില്ല, നമുക്ക് പോലീസിൻ്റെ ഹെൽപ്പാണ് വേണ്ടത്. വണ്ടി വിട്ടു പോവാതെ നോക്കണം എന്നാണ് ആ സാർ ആദ്യം പറഞ്ഞത്. വണ്ടി തടഞ്ഞിടുക. ആ സാറും പറഞ്ഞു തന്നതും ഞങ്ങൾ ചെയ്തതും ഒന്നായിരുന്നു. വണ്ടിയുടെ മുന്നിൽ കയറി നിൽക്കുക എന്നാണ് സാറ് പറഞ്ഞു തന്നത്. വണ്ടി തടഞ്ഞിടുക എന്ന് പറഞ്ഞത്
സാർ പറഞ്ഞത് വണ്ടിയുടെ മുന്നിൽ കയറി നിൽക്കുക, വണ്ടി ഒരു കാരണവശാലും വിട്ടു പോകരുത് എന്ന് പറഞ്ഞു തന്നു. പിന്നെ സാർ പറഞ്ഞത് വണ്ടിയുടെ ഫോട്ടോ എടുത്ത് വയ്ക്കുക, വണ്ടിയുടെ ഫോട്ടോ മീൻസ് നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ എടുത്ത് വയ്ക്കുക. അപ്പോൾ അത്രയും പറഞ്ഞിട്ട് സാർ പറഞ്ഞു ഏത് സ്ഥലമാണ്, കറക്റ്റ് സ്ഥലം പറയൂ, ഏത് ജില്ലയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വിളിച്ചിരിക്കുന്നത് 100-ലായതുകൊണ്ട് എറണാകുളം ജില്ലയുടെ കൺട്രോൾ റൂമിലാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ കാക്കനാടാണ് സ്ഥലം ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ സാർ പറഞ്ഞു ഏത് സ്റ്റേഷനാണ്, ഞാൻ എനിക്ക് സ്റ്റേഷൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു ഓക്കെ പോലീസ് ഇപ്പോൾ തന്നെ വരും, നിങ്ങൾ പേടിക്കേണ്ട, ടെൻഷൻ ആവാതിരിക്കൂ, വണ്ടി തടഞ്ഞിട്ടിട്ട് അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു 15 മിനിറ്റിനുള്ളിൽ എനിക്ക് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നു. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത്. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നു കഴിഞ്ഞിട്ട് അവർ സംസാരിച്ചത് ഏത് സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൺട്രോൾ റൂമിൽ സാറ് വീണ്ടും വിളിച്ചു. രണ്ടാമത് വിളിച്ചപ്പോൾ സാറ് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഈ നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ എടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ സൈഡിലുള്ള അഡ്രസ്സിൻ്റെ ഫോട്ടോയും കൂടി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ RC ഓണറുടെ അഡ്രസ്സാണ് ആ സൈഡിൽ ഉണ്ടാവുന്നത്. അപ്പോൾ വണ്ടി വിട്ടുപോയാലും 1 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ആ വണ്ടി ലൊക്കേറ്റ് ചെയ്യാം. അതുകൊണ്ട് വണ്ടി വിട്ടുപോയാലും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, വണ്ടി വിട്ടുപോയി എന്ന് വെച്ചിട്ട് എന്നാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സമാധാനമായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി വിട്ടുപോയാലും നമ്മൾ പേടിക്കേണ്ട എന്നുള്ള കാര്യം അറിയാൻ പറ്റിയത് അങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് അറിവില്ലാത്ത കാര്യമായിരുന്നു. അപ്പോൾ ഇത് എനിക്കെന്നല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കെന്നല്ല, നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് അറിവില്ലാത്തൊരു കാര്യമാണ്. വണ്ടി വിട്ടുപോയാലും ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം കൊണ്ട് ഹെൽപ്പ് ആവും എന്നുള്ളത്. അത് നിങ്ങളിൽ പലർക്കും അറിയില്ലാത്ത കാര്യമായിരിക്കും. നമ്മൾ സാധാരണക്കാർക്കൊന്നും ഫേസ് ചെയ്യേണ്ടാത്ത പല സാഹചര്യങ്ങളാണ് നമ്മളിപ്പോൾ ഓരോ ദിവസവും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ള ഒരു കാര്യം, ഞങ്ങൾ അനുഭവത്തിലൂടെ അറിഞ്ഞൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യവും കൂടി ഉണ്ട്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുന്നേ തന്നെ കേട്ടോ പോലീസുകാർ വന്നു, സംസാരിച്ചു, വണ്ടി നോക്കി, 2 വണ്ടിയും നോക്കി. അപ്പോൾ മുതൽ ഈ ഡ്രൈവർ ഒട്ടും കോപ്പറേറ്റീവ് അല്ല. പുള്ളി പറയുന്നത് ഞങ്ങളുടെ മിസ്റ്റേക്കാണ്, ഞങ്ങൾ ചെയ്ത മിസ്റ്റേക്കാണ്, ഞങ്ങൾ ഓവർടേക്ക് ചെയ്തതുകൊണ്ടാണ് വണ്ടി തട്ടിയത്, അല്ലാതെ അയാളുടെ മിസ്റ്റേക്ക് അല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങനെയാണ് സംസാരിക്കുന്നത്. ദേഷ്യപ്പെട്ടെന്നല്ല, പുള്ളി സംസാരിക്കുന്നത് ആ രീതിയിലാണ്, ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്നുള്ള രീതിയിലാണ് പുള്ളി വണ്ടി തട്ടിയപ്പോൾ മുതൽ സംസാരിക്കുന്നത്. പോലീസുകാരോടും സംസാരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം, സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. സ്റ്റേഷനിൽ പോയപ്പോൾ സ്റ്റേഷനിൻ്റെ അകത്തുനിന്ന് സാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീപ്പിൽ വന്ന സാർമാരല്ല, അകത്തുണ്ടായിരുന്ന സാർ. എനിക്ക് സാറിൻ്റെ പോസ്റ്റ് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സാർ എന്ന് പറയുന്നത്. SI ആണോ ഏത് പോസ്റ്റിലുള്ള സാറാണെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സാർ വന്നിട്ട് പറഞ്ഞു, വണ്ടിയിൽ ഇങ്ങനെ സാർ ലൈൻ കാണിച്ചു കൊടുത്തു. ഈ ഒരു ലൈൻ ലോറിയുടെ ഡ്രൈവറെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ലൈൻ നിൻ്റെ വണ്ടി ഇങ്ങനെ വന്ന് ഉറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു ലൈൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവരുടെ വണ്ടി വന്ന് ഉറഞ്ഞതാണെങ്കിൽ ഈ ലൈൻ ഇങ്ങോട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് സാറ് കറക്റ്റ് ആ ലൈൻ കാണിച്ചു കൊടുത്തു. വണ്ടിയിൽ കൈ കൊണ്ട് വരച്ച് കാണിച്ചു കൊടുത്തു ആ ലൈൻ വന്നിരിക്കുന്നത് കറക്റ്റായിട്ട്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ആ സാറിനോട് നമ്മൾ വാഗുണ്ട് കാര്യങ്ങൾ പറയാതെ, എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചിരുന്നത്, എൻ്റെ ഒരു അറിവില്ലായ്മ, എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ചിന്തിച്ചിരുന്നത് വെച്ചിട്ട് പോലീസുകാരോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാലേ അവർക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇത്രയും സിമ്പിളായിട്ട് ഈ ഒരു ലൈൻ കണ്ടപ്പോൾ തന്നെ സാറിന് നമ്മുടെ മിസ്റ്റേക്ക് അല്ല അയാളുടെ മിസ്റ്റേക്കാണെന്ന് ഒറ്റ സെക്കൻഡിൽ ഇത് മനസ്സിലായി എന്ന് വന്നപ്പോൾ നമുക്കൊരുപാട് ആശ്വാസവുമായി. അതുപോലെ ഇത്രയും സിമ്പിളായിട്ട് പോലീസുകാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്ന് കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക, നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്നുള്ളത് പോലീസുകാർക്ക് ഫാസ്റ്റായിട്ട് മനസ്സിലായി എന്ന് വന്നപ്പോൾ നമുക്കുണ്ടായ ഒരു ആശ്വാസം. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, വണ്ടിക്കാരൻ്റെ കൂടെ ഓണറിൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. അവർക്ക് സംസാരിക്കാൻ 2 ആണുങ്ങളുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ രാജീവേട്ടൻ മാത്രം ആണായിട്ടുള്ളൂ, ഞാൻ പെണ്ണാണ്. അപ്പോൾ ഒരു സപ്പോർട്ടിന് അവർ 2 ആണുങ്ങളാകുമ്പോൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് സപ്പോർട്ടിന് പോലീസുകാരുണ്ടെന്നുള്ളൊരു സന്തോഷം വന്നപ്പോൾ അതൊരു ആശ്വാസവും സന്തോഷവും തോന്നിയൊരു നിമിഷമായിരുന്നു സത്യത്തിൽ. അപ്പോൾ നമ്മുടെ പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് അത്ര സപ്പോർട്ടീവ് ആണെന്നുള്ളതും മനസ്സിലായി. അവരുടെ ആ ഒരു നമ്മൾ സംസാരിക്കാതെ തന്നെ സാറിനത് കറക്റ്റ് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. അപ്പോൾ നമ്മളോട് സാർ പറഞ്ഞു, നിങ്ങളുടെ മിസ്റ്റേക്കില്ല അവരുടെ മിസ്റ്റേക്കാണ്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. കേസായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കേസായിട്ട് മുന്നോട്ട് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് ആവാം, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു എന്തായാലും കേസായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അതിന് മാത്രം വലിയ വിഷയമില്ലെന്ന് സാർ തന്നെ പറഞ്ഞു. നമ്മൾ കോംപ്രമൈസ് ആവാം എന്നുള്ള രീതിയിൽ തീരുമാനിച്ചു. കോംപ്രമൈസ് ആവാം എന്ന് തീരുമാനിച്ചിട്ട് ഡ്രൈവർ ഇങ്ങനെ ഓണറെ വിളിക്കുന്നു, ഓണർ ഒരു വിധത്തിൽ അടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി സ്ഥിരമായിട്ട് സർവീസ് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു.
ഇത് ക്ലിയർ ചെയ്യാൻ എത്ര രൂപ വരുന്നു നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ആ ചേട്ടന് എമൗണ്ട് പറഞ്ഞു. ഇത് നമ്മൾ വണ്ടിയുടെ ആ ഒരു വന്ന ആളുടെ അടുത്തും വണ്ടിയുടെ ഡ്രൈവറുടെ അടുത്തും പറഞ്ഞു. അവരുടെ ഓണറെ വിളിച്ചു പറഞ്ഞു. അയാൾ എന്ത് ചെയ്താലും നമുക്ക് ആ ഒരു എമൗണ്ട് തരാൻ വില്ലിങ് അല്ല. അവർ പറഞ്ഞു നിങ്ങൾ ഇവിടെ അവരുടെ ഓണറുടെ ഫ്രണ്ടിൻ്റെ വണ്ടി സർവീസ് ചെയ്യുന്ന വർക്ക്ഷോപ്പ് ഉണ്ട്, അവരുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടിടും, എന്നിട്ട് അവർ ചെയ്തു തരാം, ചെറിയ എമൗണ്ടിന് അവർ ചെയ്തു തരാം, ആ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടിടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടിടാം എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും അകത്ത് വന്ന് പറയണം, ഞങ്ങൾ പുറത്തു നിന്നാണ് ഇത് സംസാരിക്കുന്നത്, അപ്പം നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും അകത്ത് വന്ന് പറയണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അകത്ത് വന്നിട്ട് പറഞ്ഞു, സർ അവർ വണ്ടി ശരിയാക്കി തരാമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അകത്തിരുന്ന് സാറുമാർ പറഞ്ഞു, നിങ്ങളത് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ ഇവരെ നിങ്ങൾക്ക് അറിയില്ല. ഈ പറയുന്ന പോലെ ഒരു വണ്ടി ശരിയാക്കി തരാമെന്നൊക്കെ പറയും. ഇവർ വണ്ടി ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ട് വണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ വണ്ടിയും കിട്ടില്ല, അവർ ശരിയാക്കി തരില്ല, ഇവരേതാ നിങ്ങൾക്ക് അറിയില്ല, വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ അതൊന്നും ചെയ്യരുത്. നിങ്ങൾ കിട്ടുന്ന പൈസ വാങ്ങിച്ചിട്ട് നിങ്ങൾ കോമ്പൻസേഷൻ വാങ്ങിച്ചിട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ വെച്ച് കോംപ്രമൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല. ഇതുപോലത്തെ പല കേസുകൾ ഇവിടെ വരാറുണ്ട്. പിന്നീട് ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും ഒരുപാട്. ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നാണ് ആ സാർമാർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പുറത്ത് വന്നിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല, നിങ്ങൾ ചിലപ്പോൾ കറക്റ്റായിട്ട് ഡീൽ ചെയ്യായിരിക്കും, പക്ഷെ പൊതുവേ ഇവിടെ വരുന്ന കേസുകൾ ഇങ്ങനെയാണെന്നാണ് സാർമാർ പറഞ്ഞത്. അപ്പോൾ നമുക്കിത് ക്യാഷ് തന്നിട്ട് സെറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞു. വീണ്ടും ഒരു ഇങ്ങനെ സംസാരം തുടർന്ന് പോന്നു. അപ്പോൾ ഈ സാർമാരത് പറഞ്ഞു തന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം മനസ്സിലായത്. ഇങ്ങനെ പറഞ്ഞത് വിശ്വസിക്കരുത്. നമുക്ക് വണ്ടി പണിത് തരാമെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പണിതിട്ട് ബില്ല് തന്നോളൂ എന്ന് പറഞ്ഞാലും നമ്മളത് വിശ്വസിക്കരുത്. അപ്പോൾ നമ്മുടെ വണ്ടി അവർ പണിത് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർ പറയുന്ന വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വണ്ടി ഇട്ട് കൊടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയൊന്നും കൃത്യസമയത്ത് അവർ പണിത് തരില്ല. അവർക്കെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ അത്യാവശ്യം എന്താണെന്നുള്ളതൊന്നും അവർക്കതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ പറയുന്നത് വിശ്വസിച്ച് ചെയ്യരുത് എന്നുള്ളതും കൂടി ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അതകത്ത് നമ്മൾ ചെന്ന് സംസാരിച്ചില്ലെങ്കിൽ നമ്മളത് വിശ്വസിച്ചിട്ട് പോരും. അവർ പറയുന്ന കാര്യം വിശ്വസിച്ചിട്ട് പോരും. അപ്പോൾ അകത്തുള്ള സാർമാരുടെ ആ ഒരു ഹെൽപ്പും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യം അവരെ വിശ്വസിക്കാതെ നമ്മൾ കോമ്പൻസേഷൻ വാങ്ങിച്ചിട്ട് പോകുന്നത്. നമ്മൾ കുറേ മണിക്കൂറുകൾ അവിടെ വെയിറ്റ് ചെയ്തെങ്കിലും അപ്പോൾ അകത്തുള്ള സാർമാർ പുറത്തേക്ക് പോയത് നമ്മൾ അറ്റൻഡ് ചെയ്ത സാർമാർ പുറത്തേക്ക് പോയി. അപ്പോൾ അപ്പോഴും പറഞ്ഞിട്ട് പോയി, നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ സാർമാർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കോമ്പൻസേഷൻ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ ചോദിച്ച എമൗണ്ട് എന്നല്ല, ചെറിയൊരു എമൗണ്ട് അവർ കോമ്പൻസേഷൻ തന്നു. എങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്ത് കിട്ടിയത് ഈ സാർമാരുടെ ഒരു ഉപദേശം കൊണ്ടാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ എപ്പോഴും ചിന്തിക്കാറുണ്ട്, കേരള പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമകളിൽ കാണുന്നത് പോലെ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. സിനിമകളിലൊക്കെ കാണുമ്പോൾ വേറെ രീതിയിലാണ്. പക്ഷെ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാം, പോലീസുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു തരും. നമ്മൾ എല്ലാം കറക്റ്റ് പേപ്പേഴ്സും എല്ലാമായിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് പോലീസ്. അപ്പോൾ ഞങ്ങൾ പോയത് തൃക്കാക്കര ജനമൈത്രി പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ ആ സമയത്തുണ്ടായിരുന്ന എല്ലാ സാർമാരും നമ്മളെ ഹെൽപ്പ് ചെയ്തു കിട്ടാന്ന് വെച്ചാൽ അവരുടെ ഓരോ വാക്കുകളിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. നമ്മൾ എപ്പോഴും പോലീസിൽ സമീപിക്കുന്ന ആളുകളല്ലല്ലോ, നമുക്ക് ഒന്നോ രണ്ടോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് നമ്മുടെ പോലീസ്. എന്ന് വെച്ചാൽ നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് അവർ പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് കോംപ്രമൈസ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കൺട്രോൾ റൂമിൽ നിന്ന് വീണ്ടും വിളിച്ചു. സ്റ്റേഷനിൽ നിന്ന് കൃത്യസമയത്ത് പോലീസുകാർ എത്തിയോ, സ്പോട്ടിൽ വന്നായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ചു. നിങ്ങൾ എന്താണ്, കോംപ്രമൈസ് ആയോ, സ്റ്റേഷനിൽ കോംപ്രമൈസ് ആയോ, അല്ലെങ്കിൽ കേസായിട്ട് മുന്നോട്ട് പോവുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടാമതും കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ചു. പിന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കാര്യങ്ങൾ സെറ്റിലായോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ വീണ്ടും നമ്മുടെ കാര്യങ്ങളിൽ ഫോളോ അപ്പ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോളോ അപ്പ് ഒന്നും നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കേസ് വന്നു, കേസ് കോംപ്രമൈസ് ആകുമ്പോൾ അവിടെ തീരുന്നു, അത്രേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഓരോ സ്റ്റേജുകളായിട്ട് നമ്മളെ പോലീസുകാർ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ പോലീസുകാർ ഇത്രത്തോളം നമ്മളോട് കെയർഫുൾ ആണെന്നുള്ളത്. അപ്പോൾ ഇതും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ ഈ ഒരു ആക്സിഡൻറ്റ് കേസ് എന്നല്ല, ഏത് കേസുകളിലാണെങ്കിലും നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നമ്മൾ
പോലീസിനെ ബന്ധപ്പെടുക, അവർ വേണ്ട ഹെൽപ്പ് നമുക്ക് ചെയ്തു തരും. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയില്ല എങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ വീഡിയോയുടെ താഴെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പി വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.